അടുത്ത ടോപ്പിക്കാണ് ഡിസ്ക്രീറ്റ് ടു ഡയമെൻഷണൽ ഓർ ബൈവേരിയേറ്റ് റാൻഡം വേരിയബിൾസ്. ബൈവേരിയേറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് രണ്ട് വേരിയബിൾസ് വരും. ഇവിടെ റാൻഡം വേരിയബിൾസ് എക്സും വൈയും ആണ്. ഇതുവരെ പഠിച്ചത് ഒന്നുകിൽ ഒരു റാൻഡം വേരിയബിൾ എക്സ് അല്ലെങ്കിൽ ഒരു റാൻഡം വേരിയബിൾ വൈ മാത്രം. ഇവിടെ എന്താണ് ബൈവേരിയേറ്റ് പറയുമ്പോഴത്തേക്ക് രണ്ട് റാൻഡം വേരിയബിൾസ് ഉണ്ട്, എക്സും വൈയും. അപ്പൊ അതിന്റെ ജോയിന്റ് PDF, ജോയിന്റ് പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് P of xy എന്ന് പറഞ്ഞാൽ ഇതേപോലെ ആയിരിക്കും. പ്രോബിലിറ്റി ഓഫ് x equal to x, y equal to y for xy element of s of xy, 0 otherwise. ഇനി ഇതെന്താണ്? ഇതിന്റെ നോർമലൈസേഷൻ കണ്ടീഷൻ. ടോട്ടൽ പ്രോബിലിറ്റി 1 ആണ്. അപ്പൊ ജോയിന്റ് PDF എടുത്താലും ടോട്ടൽ പ്രോബിലിറ്റി 1 ആണ് വരുന്നത്. ഇതെന്താണ്? ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ, അതായത് CDF ഓഫ് ബൈവേരിയറ്റ് റാൻഡം വേരിയബിൾ. ക്യാപിറ്റൽ F ഓഫ് xy എന്ന് പറയുന്നത് പ്രോബിലിറ്റി ഓഫ് x ലെസ് ദാൻ ഓർ ഈക്വൽ ടു x, y ലെസ് ദാൻ ഓർ ഈക്വൽ ടു y. അപ്പൊ ഇവിടെ എന്താണ് വ്യത്യാസം വരുന്നത്? ഇവിടെ എക്സും വൈയും രണ്ട് റാൻഡം വേരിയബിൾസ് ഉണ്ട്. ഇതുവരെ പഠിച്ചതിൽ എക്സ് അല്ലെങ്കിൽ വൈ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇനി അടുത്തത് മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻസ്. ഇപ്പൊ ഒരു ജോയിന്റ് PDF ആണ്, ജോയിന്റ് ബൈവേരിയേറ്റ് ഡിസ്ട്രിബ്യൂഷൻ ആണ്, അതിന്റെ പ്രോബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ ആണ് P of xy. അങ്ങനെയാണെങ്കിൽ മാർജിനൽ PM of x എന്ന് പറയുന്നത്, അതായത് മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് x എന്ന് പറയുന്നത് P of x equal to x. ഇതിന് നമുക്ക് PXX എന്നും എഴുതാം, PXX ഇങ്ങനെ എഴുതാം. ഇതെന്താണ്? സിഗ്മ ബൈ P of xy ആണ്. ഈ P of xy എന്താണ്? നമ്മുടെ ബൈവേരിയേറ്റിന്റെ PDF ആണ്. അപ്പൊ മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് x എന്ന് പറയുന്നത് സിഗ്മ ബൈ P of xy, അതായത് Px of x. ഇതേപോലെ മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് y ഉണ്ട്, P of y equal to y. ഇതിന് നമുക്ക് Py of y എന്ന് എഴുതാം. ഇതെന്താണ്? സിഗ്മ x P of xy. ഇനി ഇൻഡിപെൻഡൻസ് എന്ന് പറയണമെങ്കിൽ എക്സ് ആൻഡ് വൈ, ടു ഇൻഡിപെൻഡന്റ് റാൻഡം വേരിയബിൾസ് എന്ന് പറയണമെങ്കിൽ എക്സ് വൈ രണ്ട് റാൻഡം വേരിയബിൾസ് ആണ്. ഇത് രണ്ടും ഇൻഡിപെൻഡന്റ് ആകണമെങ്കിൽ നമ്മുടെ Px of x ഇൻറ്റു Py of y ഈക്വൽ ടു നമ്മുടെ F of xy, P of xy തന്നെ ആയിരിക്കണം. മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എക്സും മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വൈയും കൂടെ ഇൻറ്റു ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ ജോയിന്റ് PDF P of xy തന്നെ കിട്ടുകയാണെങ്കിൽ ഈ എക്സിനെയും വൈയെയും നമുക്ക് ഇൻഡിപെൻഡന്റ് ആണെന്ന് പറയാം, അല്ലെങ്കിലോ നോട്ട് ഇൻഡിപെൻഡന്റ് ആണെന്ന് പറയാം. ഇനി ഇത് ബേസ് ചെയ്ത് നമ്മൾ കുറച്ച് പ്രോബ്ലംസ് ചെയ്യാണ്. ഫസ്റ്റ് ക്വസ്റ്റൻ ആണ്, ദി ജോയിന്റ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് xy ഈസ് ഗിവൺ ബൈ P of xy ഈക്വൽ ടു C ഇൻറ്റു x പ്ലസ് y. P of xy എന്ന് പറയുന്നത് ജോയിന്റ് ഡിസ്ട്രിബ്യൂഷൻ ആണ്, അതായത് ബൈവേരിയറ്റ് ഡിസ്ട്രിബ്യൂഷൻ ആണ്, C ഇൻറ്റു x പ്ലസ് y. നമുക്കൊരു ടേബിൾ ക്രിയേറ്റ് ചെയ്യാം. എക്സിന്റെ വാല്യൂസ് 0, 1, 2. അപ്പൊ x ഈക്വൽ ടു 0, x ഈക്വൽ ടു 1, x ഈക്വൽ ടു 2. അതേപോലെ വൈയുടെ വാല്യൂസ് വൈക്ക് 0, വൈക്ക് 1, 2, 3. ഇങ്ങനെ വെച്ച് ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്തു. ഇനി ഇതിനകത്തുള്ള ഓരോ ബോക്സ് നമുക്ക് ഫില്ലപ്പ് ചെയ്യാം. എന്താണ്? x ഈക്വൽ ടു 0, y ഈക്വൽ ടു 0 വരുമ്പോഴേ P00, P00 എന്ന് പറഞ്ഞാൽ C ഇൻറ്റു 0 പ്ലസ് 0, 0 അല്ലേ? എന്താണ്? x0, y1 വരുമ്പോഴേ P of 0, 1 ആണ്. അപ്പൊ 0 പ്ലസ് 1 എന്താണ്? 1. അപ്പൊ C വരും. അടുത്ത് എന്ത് വരും? ഈ കോളത്തില് x0, y2 ആണ്. അപ്പോൾ എന്താണ്? 0 പ്ലസ് 2, 2c. അപ്പൊ ഇവിടെ എന്ത് വരും? 3c. ഇവിടെ എന്ത് വരും? 0 പ്ലസ് 1c, 1c. 1 പ്ലസ് 1, 2c. 1 പ്ലസ് 2, 3c. 1 പ്ലസ് 3, 4c. ഇങ്ങനെ നമുക്ക് എല്ലാം ഫില്ലപ്പ് ചെയ്യാലോ. ഇവിടെ എന്താവും? 2c, 3c, 4c, 5c. നമ്മൾ ഈ ടേബിൾ ആദ്യം ക്രിയേറ്റ് ചെയ്തെടുത്തു. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഫൈൻഡ് ദ വാല്യൂ ഓഫ് C. ഇതിനകത്തൊരു കോൺസ്റ്റന്റ് C ഉണ്ട്, അങ്ങനെ കണ്ടുപിടിക്കും. നമ്മുടെ നോർമലൈസേഷൻ കണ്ടീഷൻ അനുസരിച്ച് സിഗ്മ ഈ ടോട്ടൽ PDF, സിഗ്മ P of xy ഇതെല്ലാം കൂടെ കൂട്ടുമ്പോഴത്തേക്ക് നമുക്ക് 1 കിട്ടണം. ഇതാണ് നോർമലൈസേഷൻ കണ്ടീഷൻ. അപ്പൊ സിഗ്മ P of xy ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ കോളത്തിനകത്തുള്ള എല്ലാം കൂടെ കൂട്ടുമ്പോൾ 1 കിട്ടണം. 0 പ്ലസ് C പ്ലസ് 2C പ്ലസ് 3C, അങ്ങനെ എല്ലാം കൂടെ 0 പ്ലസ് C പ്ലസ് 2C പ്ലസ് 3C പ്ലസ് 1C പ്ലസ് 2C പ്ലസ് 3C പ്ലസ് 4C പ്ലസ് വീണ്ടും ഉണ്ട് 2C, 3C, 4C, 5C. ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ 1 ആണ്.
ഇതെല്ലാം കൂടെ ഒന്ന് കൂട്ടി നമുക്ക് 30C എന്നാണ് കിട്ടുന്നത്. അപ്പൊ 30C എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പൊ സി എത്രയാണ്? 1/30 എന്ന് കിട്ടി. അപ്പൊ സിക്ക് വാല്യൂ നമുക്ക് 1/30 എന്ന് കിട്ടി. ഇനി അടുത്ത് കണ്ടുപിടിക്കേണ്ടത് മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻസ് ആണ്. അതായത് മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എക്സും ഉണ്ട്, മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വൈയും ഉണ്ട്. അതെങ്ങനെ കണ്ടുപിടിക്കാന്നാണ്. അതായത് ഇനി നമുക്ക് വേണ്ടത് മാർജിനൽ PDF ഓഫ് മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻസ് ആണ്. അതായത് മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എക്സും മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വൈയും. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ടേബിളിൽ തന്നെ ഈ സിക്കുള്ള വാല്യൂ എവിടെ കൊടുക്കാം? ഒരു ടേബിൾ കൂടെ വരച്ചിട്ട് ഈ സിക്ക് എന്താണ്? സിയുടെ വാല്യൂ 1/30. അപ്പൊ ഇവിടെ എന്ത് വരും? 2/30. 3C എന്താവും? 3/30. അതുപോലെ എല്ലാം 4/30, 5/30. സിയുടെ വാല്യൂ കൂടെ നമ്മൾ കൊടുത്തു കഴിഞ്ഞു. നമ്മുടെ സിയുടെ വാല്യൂ കൂടെ കൊടുത്തു കഴിഞ്ഞു. ഇനി അടുത്തൊരു കോളം കൂടെ വരയ്ക്കാം. ഇത് പറയുന്നത് PX ഓഫ് എക്സ്, അതായത് മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എക്സ് ആണ് PX ഓഫ് എക്സ്. അതേപോലെ ഇവിടെ ഒരു റോയ് കൂടെ വരയ്ക്കാം. ഇതിന്റെ പേര് PY ഓഫ് വൈ, അതായത് മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വൈ. മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വൈ ആണ്, മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എക്സ് ആണ്. ഇതെങ്ങനെ എഴുതുമെന്ന് പറഞ്ഞാൽ ഇതെല്ലാം കൂടെ ആഡ് ചെയ്ത് എഴുതിയാൽ മതി. അപ്പൊ എന്ത് വരും? ഇതെല്ലാം കൂടെ ആഡ് ചെയ്ത് ഫസ്റ്റ് റോയിലെ എല്ലാ എലമെന്റ്സും കൂടെ ആഡ് ചെയ്ത് എഴുതുമ്പോഴത്തേക്ക് 6/30 കണ്ടോ? അതാണ് ആദ്യത്തത്. x=0 വരുമ്പോൾ കിട്ടുന്നത് 6/30 ആണ്. അടുത്തെന്താണ്? x=1 വരുമ്പോഴുള്ളത് 1/30, 2/30, 3/30, 4/30 എല്ലാം കൂടെ കൂട്ടുമ്പോഴത്തേക്ക് 7, 10/30 എന്ന് കിട്ടും. അടുത്തത് ഇതെല്ലാം കൂടെ കൂട്ടുമ്പോഴത്തേക്ക് 2, 3, 5, 9, 14/30. ഇതെന്താണ് കിട്ടിയത്? മാർജിനൽ PDF ഓഫ് മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എക്സ് ആണ് കിട്ടിയത്. അതേപോലെ മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വൈ എന്താണ്? ഈ കോളം കറസ്പോണ്ടിങ് ആയിട്ട് ഇങ്ങനെ ആഡ് ചെയ്താൽ മതി. 1/30, 2/30 കൂടെ ആഡ് ചെയ്യുമ്പോഴത്തേക്ക് 3/30. ഇവിടെ എന്ത് വരും? 5/30, 6/30. അടുത്തത് 7, 9/30. അടുത്തെന്താണ്? 9, 12/30. ഇത്രയും മതി. ഇതാണ് എന്താണ് മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വൈ. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഒരു സ്റ്റെപ്പ് കൂടെ എഴുതാം. മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സിന്റെ വാല്യൂസ് 0, 1, 2 കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന PX ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സിന് 0 വരുമ്പോഴേ 6/30, എക്സിന് 1 വരുമ്പോൾ 10/30, എക്സിന് 2 വരുമ്പോഴത്തേക്ക് 14/30. ഇങ്ങനെ കൂടെ എഴുതാം. ഇതേപോലെ മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വൈ എന്ത് വരും? മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വൈ അതായത് വൈയുടെ വാല്യൂസ് ഏതൊക്കെയാണ്? 0, 1, 2, 3 വരെ. 0, 1, 2, 3 വരെ കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻ PY ഓഫ് വൈ എന്താണ്? 0 വരുമ്പോൾ 3/30, 1 വരുമ്പോൾ 6/30, 2 വരുമ്പോൾ 9/30, 3 വരുമ്പോൾ 12/30. അപ്പൊ ഈ ക്വസ്റ്റിൽ ആവശ്യമുള്ള എല്ലാം കണ്ടുപിടിച്ചു കഴിഞ്ഞു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ആണ്. കുറച്ച് ലെങ്തിയാണ്, ഇത്രയും കാര്യങ്ങൾ ചെയ്യാനുള്ളത്. അതായത് ജോയിന്റ് PDF ഓഫ് എ റാൻഡം വേരിയബിൾ എക്സ് ആൻഡ് വൈ. എക്സും വൈയും രണ്ട് റാൻഡം വേരിയബിൾസ് ആണ്. അതിന്റെ ജോയിന്റ് PDF തന്നിട്ടുണ്ട്. P of xy എന്ന് പറയുന്നത് k × x + 2y. അപ്പൊ നമുക്ക് ആദ്യത്തെ എന്ത് ചെയ്യണം? ഇത് വെച്ച് ആദ്യം ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് വേണ്ട k കണ്ടുപിടിക്കാൻ ഇങ്ങനെ ഓർന്നായിട്ട് 8 കാര്യങ്ങൾ കണ്ടുപിടിക്കാനുണ്ട്. നമുക്ക് ഓർന്നായിട്ട് ചെയ്യാം. ആദ്യം എന്ത് വേണം? നമുക്ക് അത് വെച്ചൊരു ടേബിൾ ക്രിയേറ്റ് ചെയ്യാം. ആ ടേബിൾ എന്ന് പറയുന്നത് എക്സിന് വാല്യൂസ് 0, 1, 2. x = 0, x = 1, x = 2. വൈക്ക് എന്തൊക്കെയാണ്? വൈക്ക് 0, വൈക്ക് 1, 2, 3.
പ്ലസ് 2y ആണ്. 0 0 വരുമ്പോ എന്ത് വരും? 0 0 ഇൻറ്റു കെ 0. അടുത്ത എന്ത് വരും? എക്സ് പ്ലസ് 2y 2k അല്ലേ? എക്സ് പ്ലസ് അത് 4k, എക്സ് പ്ലസ് 2y 6k. ഇതാണ് ഫസ്റ്റ് റോ. 0 2k 4k 6k. അടുത്ത എന്ത് വരും? 1 പ്ലസ് 2 ടൈംസ് 0 അതായത് 1k. അടുത്ത എന്താണ്? 1 പ്ലസ് 2 ടൈംസ് 2k അപ്പം 3k. ഇതെന്ത് വരും? 4k യുടെ കൂടെ 1 കൂടെ കൂട്ടുമ്പോൾ 5k. അത് 6k യുടെ കൂടെ 1 കൂടെ കൂട്ടുമ്പോൾ 7k. അതായത് k 3k 5k 7k. ഇതെന്ത് വരും? 2k 4k. 4k യുടെ കൂടെ കൂട്ടുമ്പോഴത്തേക്ക് 6k. ഇതെന്താണ്? 8k. ആദ്യം നമ്മൾ ആ ടേബിൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചു. ഇനി എന്താണ് വേണ്ടത്? ഒന്നാമത്തെ കാര്യം k കണ്ടുപിടിക്കണം. k എന്താണ്? നമുക്കറിയാം ടോട്ടൽ പ്രോബിലിറ്റി ഈക്വൽ ടു 1 ആണെന്ന്. അതായത് നോർമലൈസേഷൻ കണ്ടീഷൻ വെച്ചിട്ട് വി നോ ദാറ്റ് ടോട്ടൽ പ്രോബിലിറ്റി ഈക്വൽ ടു 1. അതായത് സിഗ്മ p ഓഫ് എക്സ് വൈ ഈക്വൽ ടു 1 ആണ് എന്ന് വെച്ചാൽ എന്ത് വരും? ഇതെല്ലാം കൂടെ ആദ്യം എന്ത് വരും? 0 പ്ലസ് 2k പ്ലസ് 4k പ്ലസ് 6k പ്ലസ് 7k പ്ലസ് 5k പ്ലസ് 3k പ്ലസ് 1k പ്ലസ് 2k പ്ലസ് 4k പ്ലസ് 6k പ്ലസ് 8k എന്ന് പറയുന്നത് എല്ലാം കൂടെ കൂട്ടുമ്പോൾ 40k എന്ന് വരും. ഈ 48k, ഈ 48k ആണ് 1. അപ്പൊ k എന്ന് പറയുന്നത് 1/48 എന്ന് കിട്ടി. നമുക്ക് k യുടെ വാല്യൂ കിട്ടി കഴിഞ്ഞു. ഇനി നമുക്ക് തോർന്നായിട്ട് കണ്ടുപിടിക്കാം. എന്താണ്? k യുടെ വാല്യൂ കിട്ടി കഴിഞ്ഞു 1/48 എന്നാണ്. ഇനി എന്ത് വേണം? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നത് പ്രോബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. അതായത് എക്സിന് 1 വരെയുള്ള വാല്യൂസ് എടുക്കാം. അപ്പൊ എക്സിന് എന്തൊക്കെ വാല്യൂസ് എടുക്കാം? 0യും 1ഉം എടുക്കാം, 2ഉം 3ഉം വേണ്ട എന്നാണ് പറയുന്നത്. എക്സിന് 0 എടുക്കാം, 1 എടുക്കാം, ബാക്കിയുള്ള 2ഉം 3ഉം വേണ്ട, ഇത്രയും വേണ്ട, ബാക്കി എല്ലാം എടുക്കാനാണ്. അതായത് പ്രോബിലിറ്റി ഓഫ് എക്സിന് 0 വരുമ്പോഴേ വൈക്ക് 0 വരാലോ, പ്ലസ് എക്സിന് 0 വരുമ്പോഴേ വൈക്ക് 1 വരാലോ, എക്സിന് 0 വരുമ്പോഴേ വൈക്ക് 2 വരാലോ, എക്സിന് 0 വരുമ്പോഴേ വൈക്ക് 3 വരാലോ. അതെല്ലാം എടുത്തു. അപ്പൊ എക്സിന് 0യും 1ഉം മാത്രം. ആ ലാസ്റ്റ് അതല്ല ഉദ്ദേശിക്കുന്നത്. എക്സിന് 0യും 1ഉം മാത്രം. അപ്പൊ താഴത്തത് വേണ്ടതാണ്. എക്സിന് 0യും 1ഉം മാത്രം. ഈ താഴെ എക്സിനോട് 2 എന്നുള്ളത് വേണ്ട, ബാക്കി എല്ലാം വേണ്ടി വരും. ഇതെല്ലാം വേണ്ടി വരും. അപ്പൊ എന്താണ്? എക്സിന് 0 വരുമ്പോൾ വൈക്ക് 0 വരാം, എക്സ് 0 വൈ 1 വരാം, എക്സ് 0 വൈ 2 വരാം, എക്സ് 0 വൈ 3 വരാം. അത്രയും എഴുതി. ഇനി എന്താണ്? പ്രോബിലിറ്റി ഓഫ് 1 വരുന്ന കാര്യം. എക്സിന് 1 വരുമ്പോൾ വൈക്ക് 0 വരാം, എക്സിന് 1 വരുമ്പോൾ വൈക്ക് 1 വരാം, പ്ലസ് എക്സിന് 1 വരുമ്പോൾ വൈക്ക് 2 വരാം, എക്സിന് 1 വരുമ്പോൾ വൈക്ക് 3 വരാം. ഇത്രയാണ്. എക്സിന് 2 വരാൻ പറ്റില്ല, കാരണം എക്സിന് 0യും 1ഉം മാത്രം, 1 വരെ അല്ലേ. അപ്പൊ 2 വരുന്ന കാര്യമൊന്നുമില്ല. അപ്പൊ ഇത്രയും മാത്രം. ഇത്രയും കൂടെ ഒന്ന് ആഡ് ചെയ്ത് എന്ത് വരും? അതായത് 2k പ്ലസ് 4k 6k പ്ലസ് 12k പ്ലസ് 19k പ്ലസ് 24k പ്ലസ് 27k പ്ലസ് 28k ആണ് കിട്ടിയത്. അപ്പൊ എന്ത് വരും? കെക്ക് വാല്യൂ അറിയാം. അതായത് 28/48 നമ്മുടെ ആൻസർ ആയി കഴിഞ്ഞു. 28/48 28k എന്നാണ്. കെയുടെ വാല്യൂ 1/48 ആണ്. അപ്പൊ 28/48 എന്ന് കിട്ടി. ഒന്ന് വെട്ടി എഴുതുമ്പോഴത്തേക്ക് 7/12 എന്ന് കിട്ടും. ഇനി അടുത്ത കാര്യം നോക്കാം. പ്രോബിലിറ്റി ഓഫ് y ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2. ഇത് കഴിഞ്ഞല്ലോ. പ്രോബിലിറ്റി ഓഫ് y ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2. മൂന്നാമത്തത് പ്രോബിലിറ്റി ഓഫ് y ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന് പറയുന്നത് എന്താണ്? y യുടെ വാല്യൂ 2 വരെ. അപ്പം y യുടെ വാല്യൂ എന്തൊക്കെയാവാം? y യുടെ വാല്യൂ 0 വരാം, 1 വരാം, 2 വരാം, പക്ഷെ 3 വരാൻ പറ്റില്ല. y യുടെ വാല്യൂ 3 വരാൻ പറ്റില്ല, ബാക്കി എല്ലാം ഉണ്ടെന്നാണ് അല്ലേ. അപ്പൊ y യുടെ വാല്യൂ 3 പോയിട്ട് ബാക്കി എല്ലാം ഉണ്ടെന്നാണ്. നമുക്കൊന്ന് ഡിഫറെന്റ് എങ്ങനെ എഴുതാം? വൈക്ക് 0 വരുമ്പോഴത്തേക്ക് അല്ല, എക്സിന് 0 കൊടുക്കുമ്പോഴത്തേക്ക് വൈക്ക് 1 വരാം, എക്സിന് 0 കൊടുക്കുമ്പോൾ വൈക്ക് 2 വരാം, വൈക്ക് 2 വരെ ഉള്ളൂ. അപ്പൊ എക്സിന് 0 കൊടുക്കുമ്പോൾ വൈക്ക് 1 വരാം, എക്സിന് 0 കൊടുക്കുമ്പോൾ വൈക്ക് 2 വരാം. 3 പറഞ്ഞ കാര്യമില്ല. പ്ലസ് അടുത്തെന്താണ്? എക്സിന് 1 കൊടുക്കുമ്പോഴത്തേക്ക് വൈക്ക് 1 വരാം, അല്ല വൈക്ക് 0 വരാമല്ലോ. ആദ്യം വൈക്ക് 0 വരാം. നമ്മളിവിടെ 0 കാര്യം കിട്ടുപോയി. ഇവിടെ എന്താണ്? എക്സിന് 0 കൊടുക്കുമ്പോൾ വൈക്ക് 0 വരാം, എക്സിന് 0 കൊടുക്കുമ്പോൾ വൈക്ക് 1 വരാം, എക്സിന് 0 കൊടുക്കുമ്പോൾ വൈക്ക് 2 വരാം. അടുത്തെന്താണ്? എക്സിന് 1 കൊടുക്കുമ്പോൾ വൈക്ക് 1 വരാം, എക്സിന് 1 കൊടുക്കുമ്പോൾ വൈക്ക് ആദ്യം 0, അടുത്ത് 1, അടുത്തെന്താണ്? 1 2 വരാം. 3 വേണ്ട.
അടുത്തെന്താണ് എക്സിന് 2 കൊടുക്കുമ്പോഴത്തേക്ക് 2 0 2 1 2 2 ഇത്രയല്ലേ. അതായത് ബൈക്ക് 3 വരുന്ന ഈ ലാസ്റ്റ് കോളം പോയിട്ട് ബാക്കി എല്ലാം ഉണ്ട്. ആഡ് ചെയ്ത് 4K പ്ലസ് 2K 6K 7K 10K 15K 21K 25K 27K ആണ്. ഇവിടെ കെക്ക് വാല്യൂ കൊടുക്കാം. കെ എന്താണ്? ബൈ 48. അപ്പൊ 27 ബൈ 48 എന്ന് കിട്ടി. ഇതിലൊന്ന് വെട്ടി എഴുതുമ്പോഴത്തേക്ക് നമുക്ക് 9/16 എന്ന് കിട്ടും. ഒന്ന് ചെറുതാക്കി എഴുതുമ്പോഴത്തേക്ക് 9/16 എന്ന് കിട്ടും. അപ്പോൾ 3 പാർട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി 4ാമത്തെ പാർട്ട് ചെയ്യാനായിട്ട് പ്രോബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 എന്ന് വെച്ചാൽ എന്താണ്? എക്സിന് 1 വരെ, അപ്പൊ 0യും 1ഉം വരാം, 2 വരാൻ പറ്റില്ല. വൈക്ക് 0 1 2 വരെ എന്നാണ് മീനിങ്. നമുക്ക് നോക്കാം എന്താണ്. എക്സിന് 0 കൊടുക്കുമ്പോൾ വൈക്കും 0, എക്സിന് 0 കൊടുക്കുമ്പോൾ വൈക്ക് 1 വരാം, എക്സിന് 0 കൊടുക്കുമ്പോൾ വൈക്ക് 2 വരാം. കാരണം വൈക്ക് 2 വരെ, വൈക്ക് 2 വരെ അല്ലേ. അപ്പൊ എക്സിന് 0 കൊടുക്കുമ്പോൾ വൈക്ക് 0 വരാം, എക്സിന് 0 കൊടുക്കുമ്പോൾ വൈക്ക് 1 വരാം, എക്സിന് 0 കൊടുക്കുമ്പോൾ വൈക്ക് 2 വരാം. അപ്പൊ വൈക്ക് 2 വരെ വരാം. അടുത്തെന്താണ്? പ്ലസ്. അടുത്തത് 1 അല്ലേ. എക്സിന് 1 കൊടുക്കുമ്പോൾ വൈക്ക് 0 വരാം, എക്സിന് 1 കൊടുക്കുമ്പോൾ വൈക്ക് 1 വരാം, എക്സിന് 1 കൊടുക്കുമ്പോൾ വൈക്ക് 2 വരാം. വൈക്ക് 2 വരെ. ഓക്കെ. ഇനി അങ്ങോട്ടുണ്ടോ? എക്സിന് 1 വരെ ഉള്ളൂ. എക്സിന് 0 വരുന്ന എല്ലാവരുമായി, എക്സിന് 1 വരുന്ന എല്ലാവരുമായി. ഇനി എക്സിന് 2 വരുന്ന ആരും വേണ്ട. അപ്പൊ ഇത്രയേ ഉള്ളൂ. അപ്പൊ എന്ത് വരും? P00 എന്ന് പറഞ്ഞത് നമ്മുടെ 0, P01, P02, P10, P11, P12 ഇത്രയും ഇവിടെ ആഡ് ചെയ്യാം. 6K 11K 14K 15K 15K എന്ന് വന്നു. കെയുടെ വാല്യൂ എത്രയാണ്? 15/48 ആണ്. ഇതൊന്ന് ചെറുതാക്കുമ്പോഴത്തേക്ക് 5/16 എന്ന് കിട്ടും. അപ്പൊ നമ്മൾ 4ാമത്തെ കണ്ടുപിടിച്ചു. ഇനി 5ാമത്തെയാണ് കണ്ടുപിടിക്കേണ്ടത്. 5ാമത്തെ കണ്ടുപിടിക്കാൻ എന്തൊക്കെ വേണം? ഈ വാല്യൂസ് എല്ലാം ഓർത്തിരിക്കണം. ഞാൻ എല്ലാം മാറ്റി കളഞ്ഞു. 5ാമത്തെ എന്താണ്? പ്രോബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ഗിവൺ ബൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതാണ് കണ്ടുപിടിക്കേണ്ട 5ാമത്തത്. ഇതിപ്പോ അതുപോലെയാണ് പ്രോബിലിറ്റി ഓഫ് എ ഗിവൺ ബി പോലെയാണ്. പ്രോബിലിറ്റി ഓഫ് എ ഗിവൺ ബിയുടെ ഫോർമുല എന്താണ്? പ്രോബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ബൈ പ്രോബിലിറ്റി ഓഫ് ബി എന്നില്ലേ. അങ്ങനെ വരുമ്പോൾ ഇവിടെ എന്ത് വരും? പ്രോബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1, വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 ബൈ പ്രോബിലിറ്റി ഓഫ് വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 എന്ന് വരും. ഇതെല്ലാം നമ്മൾ തൊട്ട് മുന്നേ കണ്ടുപിടിച്ചായിരുന്നു. എന്താണ് പ്രോബിലിറ്റി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1, വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2? ഇപ്പം കണ്ടുപിടിച്ച ഒരു കാര്യമല്ലേ. അതെന്താണ്? അതിന്റെ വാല്യൂ 5/16 എന്നാണ്. ഇതും നേരത്തെ കണ്ടുപിടിച്ചു. പ്രോബിലിറ്റി ഓഫ് വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 ഇതും കണ്ടുപിടിച്ചു. ഇതിന്റെ കാര്യം എന്താണ്? 9/16 എന്നാണ്. അപ്പൊ ഇത് രണ്ടും കൂടെ വെട്ടുമ്പോഴത്തേക്ക് നമുക്ക് 5/9 എന്ന് കിട്ടും. അപ്പൊ നമ്മൾ 5 എണ്ണം വരെയായി. ഇനി 6ാമത്തെ കണ്ടുപിടിക്കണം. എന്താണ് 6ാമത്തെ പറയുന്നത്? പ്രോബിലിറ്റി ഓഫ് എക്സ് പ്ലസ് വൈ ലെസ് ദാൻ 3 എന്നാണ്. എക്സും വൈയും കൂടെ കൂട്ടുമ്പോൾ 3 വരെ 3 വന്നുകൂടാ, 3ക്ക് മുന്നേ വരെ വരാം. എക്സും വൈയും കൂടെ കൂട്ടുമ്പോൾ 3ക്ക് മുന്നേ വരെ വരാം. അങ്ങനെയാണെങ്കിൽ ഏതൊക്കെ വരും? 0 0 വരാം. കാരണം 0 + 0 3ക്ക് താഴെ തന്നെയാണ്. 0 0 വരാം. P01 വരാം. കാരണം കൂട്ടുമ്പോഴത്തേക്ക് 3യേക്കാളും താഴെയാണ്. P02 വരാം. കൂട്ടുമ്പോൾ 2 ഉള്ളൂ. P03 ഇല്ലല്ലോ. P03 ഉണ്ട്. 03 അതും വരാം. 3 ഇല്ല. 3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇല്ല. ലെസ് ദാൻ അല്ലേ ഉള്ളൂ. അപ്പൊ 3 ഇല്ല. ലെസ് ദാൻ വരുമ്പോൾ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 3 ഇല്ല. 3ക്ക് താഴെ വരെ ഉള്ളൂ. 2 വരെ ഉള്ളൂ. അപ്പൊ 0 0 വരാം, 01 വരാം, 02 വരാം, സം 2 വരാം. 3 വരുന്നില്ല. പ്ലസ് 1 വന്നാലോ? 1 വന്നാൽ 0 വരാം. P11 വരാം. ഇത്രയേ ഉള്ളൂ. P12 വരുമോ? 12 വന്നാൽ 3 ആണ്. ഈക്വൽ ടു 3 ഇവിടെ വരുന്നില്ല. 12 വന്നാൽ ഈക്വൽ ടു 3 ആണ്. ഈക്വൽ ടു 3 വരുന്നില്ല. ഇനി അടുത്തത് വരും. ഇത് രണ്ടേ ഉള്ളൂ. P2 വരെയാണെങ്കിലോ
2 വരെയാണെങ്കിൽ 2 0 അത് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ലല്ലോ. 2 0 2 1 വരെയാണെങ്കിൽ ഈക്വൽ ടു 3 വരും. 2 0 വരെ ഉള്ളൂ. അപ്പൊ ഇത്രയും ഒന്ന് ആഡ് ചെയ്യാൻ ഇത് എന്തൊക്കെയാണ് നമുക്ക് ഇവിടെ അങ്ങോട്ട് എടുത്തെഴുതാം. P00 എന്ന് പറഞ്ഞാൽ 0 ആണ്. P01 2k, P02 4k, P03 6k. 03 ഇല്ല, 03 ഇല്ല. P00 ഉണ്ട്, P01 P02. അത് കഴിഞ്ഞാലോ P10 1k, P11 3k, P12 ഇല്ല. അത് കഴിഞ്ഞാലോ P20 2k. ഇത്രയേ ഉള്ളൂ. ഇത്രയും കൂടെ ആഡ് ചെയ്യാം. 6k 7k 10k 12k എന്ന് വരും. അപ്പൊ ഇത് 12k ആണ്. കെയുടെ വാല്യൂ 1/48 ആണ്. അപ്പൊ 12/48 എന്ന് കിട്ടും. ഇനി അടുത്ത് എന്താണ് കണ്ടത്? പ്രോബിലിറ്റി ഓഫ് x² + y² ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4. പ്രോബിലിറ്റി ഓഫ് x² + y² ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4. എക്സിന്റെ സ്ക്വയറും വൈയുടെ സ്ക്വയറും കൂടെ ആഡ് ചെയ്യുമ്പോഴത്തേക്ക് 4 വരും. 4 ആകാം. അപ്പൊ എന്തൊക്കെ വരാം? 0 വരെയാണെങ്കിൽ ഏതൊക്കെ വരാം? ആദ്യം 0 വരെയാണെങ്കിൽ 0 വരാം, പ്ലസ് P01 വരാം, പ്ലസ് P02 വരെ വരാം. കാരണം സ്ക്വയർ ആഡ് ചെയ്യുമ്പോൾ 4 വരെ വരും അല്ലേ? അത്രയും വരും. 0 വരുന്ന എല്ലാം ഉണ്ട്. ലാസ്റ്റ് ഉള്ള 3 ഇല്ല. 1 വരുന്നതോ P10 വരാം, P11 വരാം. കാരണം രണ്ടും കൂടെ സ്ക്വയർ ആഡ് ചെയ്യുമ്പോഴത്തേക്ക് 4 വരെ. അപ്പൊ ഇവിടെ 1² + 0² 1 ആണ്. 1² + 1² 2 ആണ്. അടുത്ത് P12 കൂടിപ്പോയി. 1² + 2² 5 ആയി. 5 ഒന്നും ഇല്ല നമുക്ക്. അപ്പൊ അങ്ങോട്ടില്ല, അതില്ല. P11 അപ്പൊ P1ന്റെ കാര്യമായി. ഇനി P2 എടുക്കുകയാണെങ്കിലോ P20 21 വരില്ല. കാരണം 21 വരും 5 വരും. 5 ഇല്ല, ഇത്രയേ ഉള്ളൂ. P00 എന്ന് പറഞ്ഞ 0 ആണ്. P01 P02 അടുത്ത് P10 P11 അടുത്ത് P20. ഇത്രയും വരും. ഇത്രയും ആഡ് ചെയ്ത് നോക്കാം. 3k 5k 8k 12k 12k എന്നാണ്. അതായത് 12/48 എന്ന് കിട്ടി. അപ്പൊ അത്രയായിരിക്കും. ഇനി വേണ്ട എന്താണ്? മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് x ആൻഡ് y കൂടെ കിട്ടണം. എങ്ങനെയാണ് വിളിക്കും മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് x ആൻഡ് y? അതായത് ഇതിന്റെ കൂടെ ഒരു ലാസ്റ്റ് ഒരു കോളം കൂടെ അങ്ങോട്ട് ആഡ് ചെയ്യുക. ഇവിടെയും ഒരു ലാസ്റ്റ് ഒരു റോയും കൂടെ ആഡ് ചെയ്യുക. ഇതെന്താണ്? Px ഓഫ് x ആണ്. ഇത് Py ഓഫ് y ആണ്. എന്ത് ചെയ്യാം? ഇതെല്ലാം കൂടെ ആഡ് ചെയ്ത് ഇവിടെ എഴുതുക 3k. ഇതെല്ലാം കൂടെ ആഡ് ചെയ്ത് ഇവിടെ എഴുതുക 7k 9k. എല്ലാം കൂടെ കൂട്ടി എഴുതുക 15k. ഇവിടെ എല്ലാം കൂടെ ആഡ് ചെയ്ത് എഴുതുക 14 21k. അവിടെ എല്ലാം കൂടെ കൂട്ടുമ്പോൾ എന്ത് വരും? 10 12k. 7 ഇതെല്ലാം കൂടെ കൂട്ടുമ്പോഴത്തേക്ക് 7 10 15 16k. ഇവിടെ എന്ത് വരും? 14k 18k 20k. എല്ലാം ആയി കഴിഞ്ഞു. ഇനി എന്താണ്? ഇതിനൊന്ന് എടുത്തെഴുതാം. മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് x എന്ന് പറയുന്നത് മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് x, അതായത് എക്സും Px ഓഫ് എക്സും. എക്സിന് ഏതൊക്കെ വാല്യൂസ് വരും? എക്സിന്റെ വാല്യൂസ് 0 1 2. അപ്പൊ കറസ്പോണ്ടിങ് 0 വരുമ്പോൾ എന്താണ്? 12k ആണ്. k എന്ന് പറഞ്ഞാൽ 12/48 എന്ന് വരും. 1 വരുമ്പോൾ എന്താണ്? 16k ആണ്. അപ്പൊ 16/48 എന്ന് വരും. 2 വരുമ്പോൾ എന്താണ്? 20k ആണ്. അപ്പൊ 20/48 എന്ന് വരും. ഇത് മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എക്സ് ആയി കഴിഞ്ഞു. ഇനി ഇതേപോലെ മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വൈ കണ്ടുപിടിക്കാം. മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വൈ എന്താണ്? മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വൈ എന്ന് പറയുന്നത് വൈക്ക് ഒരു കോളം, വൈക്ക് എന്തൊക്കെ വരാം? 0 വരാം, 1 വരാം, 2 വരാം, 3 വരാം. അടുത്തെന്താണ്? Py y വരാം. 0 വരുമ്പോൾ 3k ആണ്. 3k എന്ന് പറഞ്ഞാൽ 3/48. അടുത്തത് 9k ആണ്. 9/48.
15k ആണ് 15/48. 3k ആണ്, അടുത്ത് 21k ആണ് 21/48. 3/48, 9/48, 15/48, 21/48 എല്ലാം ആയി കഴിഞ്ഞു. ഓക്കെ.